ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു യക്ഷിയുടെ കഥയാണ്. നല്ല നല്ല മഴയും ഇരുട്ടും നിറഞ്ഞൊരു വനത്തിൽ രാത്രി ഒരു വയസ്സായ ഒരാൾ നടന്നു പോകണം. അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ് പോയതാണ്. അപ്പോഴാണ് മഴ പെയ്തും 1970 കാലഘട്ടമാണ്. പോസ്റ്റില്ല, ലൈറ്റില്ല, ഒന്നുമില്ല. അപ്പോൾ ചൂട്ടും പിടിച്ചാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ മഴ പെയ്താൽ നല്ല ഇരുട്ട്. തോണിയിൽ കടലെത്തിയപ്പോൾ തോണി കടന്നാണ് അങ്ങോട്ട് പോകാൻ. ഒരു കായലുണ്ട്, അത് കടന്നാണ് അങ്ങോട്ട് പോകാൻ. അപ്പോഴും അവിടെ ആരുമില്ല, തോണിയില്ല. പുള്ളി വിഷമിച്ച് പേടിച്ച് അങ്ങനെ നിന്നപ്പോഴാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ പോകണം. അപ്പോൾ ചോദിച്ചാൽ എവിടെ പോകാനാ? പിന്നെ അക്കരെ പോകണമെന്ന് പറഞ്ഞു. ഇവിടെ തോണിയില്ല എന്ന് പറഞ്ഞു. അതിനെന്താ, ഇപ്പം തോണി വരുമെന്ന് പറഞ്ഞു. അതിനെന്താ, വരൂ, തോണി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. തോണിയിൽ ആ പെൺകുട്ടി തോണിയിൽ കയറ്റി ഇരുത്തി പുള്ളിയും കൊണ്ടങ്ങ് പോവുകയാണ്. അപ്പുറത്തുണ്ടായി. ഇപ്പോൾ പുള്ളി പറഞ്ഞ് ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങൾ കുട്ടിയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഇവിടെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പോയി. പിറ്റേന്ന് രാവിലെ അതേ സ്ഥലത്ത് ഈ കാരണവർ വന്നപ്പം ഈ തോണി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട ഒരാളുണ്ട്. നീ ഇന്നലെ എവിടെ പോയിരുന്ന് രാത്രി? എന്നെ വേറൊരു കുട്ടിയാണ് ചോദിച്ചു. അയ്യോ, അങ്ങനെ തോണിക്ക് കുറച്ച് പ്രശ്നം പറ്റി, അങ്ങനെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇന്നലെ തോണിയൊന്നും ഇവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു അങ്കലപ്പ വന്ന്. പിന്നെ പുള്ളി എന്ത് ചെയ്തു, അതങ്ങ് വിട്ടിട്ട് പുള്ളിയുടെ കാര്യമായിട്ട് അങ്ങനെ പോയി. പിറ്റേ ദിവസം പുള്ളി വീണ്ടും എവിടെയോ പോയിട്ട് നടന്നപ്പോൾ ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടു. അപ്പോൾ നിങ്ങളെവിടെ നിന്ന് ആർക്കും അറിയില്ലല്ലോ, ഞാൻ തിരക്കിയല്ലോ, ഇവിടെ തോണിയൊന്നുമില്ലല്ലോ, അപ്പോൾ എന്നെ ഇവിടെ അധികം ആർക്കും അറിയില്ല. അതെന്താ? ഞാൻ മനുഷ്യനല്ല, പിന്നെ എന്നെ പലരും ഭൂതമെന്നും യക്ഷിയെന്നും ചാത്തനെന്നൊക്കെ പറയും. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ അപ്പം പോറ്റിയിരുന്നപ്പോൾ നിങ്ങൾ മനുഷ്യരെ കൊല്ലൂ, അങ്ങനെയെന്ന്. എല്ലാ മനുഷ്യരെ കൊല്ലൂ, നമുക്ക് അങ്ങനെ മനുഷ്യനെ കൊന്നും നടക്കേണ്ട ജോലിയൊന്നുമല്ല. നമ്മളിങ്ങനെ നടക്കുന്നു, നമ്മൾ ഇങ്ങനെയൊക്കെ ആയി മാറി ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അലയാതിരിക്കാൻ എന്താണ്ട്, എനിക്കൊരു ഇരിപ്പിടം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാരണവർ അവിടെ ഒരു ഇരിപ്പിടം, ഈ യക്ഷിയെ ധ്യാനിച്ചൊരു ഇരിപ്പിടം ഉണ്ടാക്കി. പിന്നെ അത് പ്രസിദ്ധമായ അമ്പലമായി മാറി.